ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഒരു നൈറ്റ് വാക്കാണ്. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ആണെങ്കിൽ ഓഫീസിൽ നിന്ന് വരാൻ ടൈം ആകുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഹസ്ബൻഡ് മെട്രോയിലാണ് വരുന്നത്. അപ്പം ഹസ്ബൻഡ് അബുഹേൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് റൂമിലോട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ വാക്ക് അബുഹേൽ മെട്രോ സ്റ്റേഷൻ വരെ ആക്കാം, എന്നിട്ട് ചേട്ടനാണ് കൂടി ഒരുമിച്ച് തിരിച്ചു തരാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ നടക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് സിഗ്നൽ ഓപ്പൺ ആയിരുന്നു പെട്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് എന്നെ ക്രോസ് ചെയ്ത് അപ്പോൾ സൈഡിലെല്ലാം പൂക്കൾ പിന്നെ വിരിഞ്ഞൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് എന്തോ അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഇതെനിക്ക് വീഡിയോ എടുക്കാതെ വരാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു വന്നു. അപ്പോൾ ഒരു പെഡസ്ട്രിയൽ ബ്രിഡ്ജുണ്ട്, അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ വേണം പോകാൻ. എൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് എന്തോ വർക്കൊക്കെ നടക്കുകയാണ്. പിന്നെ നടന്ന് അടുത്ത സിഗ്നൽ എത്തി. ഭാഗ്യത്തിന് ആ സിഗ്നലും പിന്നെ അടുത്ത സിഗ്നലും ഓപ്പണായി കിടക്കുകയായിരുന്നു. പിന്നെ മൂന്നാമത്തെ സിഗ്നലാണെങ്കിൽ ക്ലോസാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സിഗ്നൽ ഓപ്പണായി. ഞങ്ങൾ നടന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് വിളിച്ച് പറഞ്ഞു ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ അൽക്കബായൽ ഷോപ്പിന് അങ്ങോട്ട് വന്നേക്ക് എന്ന് പറഞ്ഞു. ലിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്ത് തന്നാൽ സ്റ്റെയർ കയറി പോകാം, അങ്ങനെ ഒരു ബോഡിക്കൊരു എക്സസൈസ് ആകട്ടെ എന്ന് വിചാരിച്ചു. അൽക്കബായ ഷോപ്പിലോട്ട് എന്നാൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡിനെ കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴാണ് പാവയൊക്കെ ഇരിക്കുന്ന. പാവയൊക്കെ വെറുതെ നോക്കിയിട്ട് കടയിലോട്ട് കയറുകയാണ്. ഈ ഷോപ്പിലാണെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും മറ്റ് കടകളെ അപേക്ഷിച്ച് പ്രൈസ് കുറവായിരിക്കും. അപ്പോൾ ഫസ്റ്റുള്ള ജെൻ സെക്ഷൻ അവിടോട്ടൊന്നും ഞങ്ങൾ നോക്കില്ല, നേരെ കിച്ചൺ സെക്ഷനിലോട്ട് പോയി. ഞങ്ങൾ കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കിച്ചൺ സെക്ഷനിലോട്ടാണ് ഫസ്റ്റ് പോയത്. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട് താനും. പക്ഷെ എല്ലാത്തിനും നല്ല പ്രൈസ് കുറവായിരിക്കും. നോൺ സ്റ്റിക്ക് വെയേഴ്സ് ഉണ്ട്, അലൂമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, ഗ്ലാസസ്, പ്ലേറ്റുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും നല്ല പ്രൈസ് കുറവിലാണ് കിട്ടുന്നത്. സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഓരോന്നോരോന്ന് നോക്കി വരികയായിരുന്നു. പിന്നെ ചോക്ലേറ്റ് സെക്ഷൻ എത്തി. ചേട്ടനെ ദയനീയമായിട്ട് നോക്കി എനിക്കത് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു അവിടെ ചെറിയ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു കുഞ്ഞു മുട്ടായി മേടിച്ച് തന്നു. പിന്നെ നട്ട്സ്, ഹെയർ ക്ലിപ്സുകൾ, ചെയിനുകൾ, വാച്ചസ്, ഇയറിങ്സ്, ബാഗുകൾ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ലേഡീസ് ഡ്രസ്സിനായിട്ട് വേറെ സെക്ഷനുണ്ട്. ഞാൻ മനഃപൂർവ്വം അങ്ങോട്ട് പോകാതിരുന്നു. അങ്ങോട്ട് പോയാൽ ഞാൻ എന്തായാലും മേടിക്കും എന്തെങ്കിലും സാധനങ്ങൾ. കിഡ്സിന് സ്പെഷ്യലായിട്ട് സെക്ഷൻസ് ഉണ്ട്, ജെൻസിന്